തൃശ്ശൂർകാരനാകണമെന്ന് ആഗ്രഹമല്ലേ? ഹലോ, വാങ്ങിയത് ആരാണെന്ന് ഒരറിവില്ല. ഈ ബമ്പർ ഓണം ബമ്പർ ഇറങ്ങിയ പിറ്റേന്ന് തൊട്ട് ഞാനിവിടെ വിൽക്കുന്നുണ്ട് ടിക്കറ്റ്. അന്നോട്ട് ആരാണ് എടുത്തോണ്ട് പോയെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ സന്തോഷിക്കാൻ കൂടുതൽ വകുപ്പുണ്ടെന്ന്. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. പറയാ പുള്ളി ഇപ്പോൾ വന്ന് പറഞ്ഞാണ്, എടാ സന്തോഷിക്കാൻ കൂടുതൽ വകുപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞ്. ആ ആൾക്കാണെങ്കിൽ ഞാൻ 100% സന്തോഷം. എന്താണെന്ന് പറഞ്ഞില്ല പുള്ളിയുടെ കോൾ വന്നിട്ട്. അപ്പോൾ ആളറിയണമെങ്കിൽ പുള്ളി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകും കുറച്ചു നേരം കഴിയുമ്പോൾ. നെട്ടൂരുള്ള ആൾ തന്നെ കിട്ടുക. അല്ലാതെ തോന്നണ് ആ പുള്ളി ഒരു ഭാഗ്യം വെറുതെ അടിച്ചാണെന്ന് അറിയില്ല കേട്ടോ, ഇതാണെന്നറിയില്ല, അതറിയില്ല. അപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞതാണ്. എല്ലാം അറിയിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ചോറ് നിന്നിട്ട് വന്ന വഴി എല്ലാവരും കൂടി എന്നെ വളഞ്ഞേക്കണേണ്. ടിക്കറ്റ് അടിച്ച നമ്പർ പോലും എനിക്കറിയില്ല, ഒന്നും അറിയില്ല. സത്യം മൊത്തം ഒറ്റ നോക്കി ഇങ്ങോട്ട്, കേരളം മൊത്തം ഒറ്റ നോക്കുന്നത് ഇങ്ങോട്ട്. എറണാകുളം അടിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. ഇവിടെ ലഡു പിടിക്കാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ ലഡു വിതരണം ചെയ്യണം, എനിക്ക് പോകാം. നാളെ തരാം ഇപ്പം തരാം. പുള്ളിക്കാ അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം അടിച്ച ആളാണ് ആ പോണത്. എൻ്റെ കയ്യിൽ നിന്ന് റീറ്റെയിൽ ഓർഡർ എടുത്ത ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നോക്കിയിട്ടുണ്ടാവും എടുത്ത ആൾ ആരാണെന്ന് വെച്ചാൽ. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് മെമ്പറില്ല. നമ്പറുണ്ട്. എന്തായാലും ഒരു നാടൊന്നാകെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നെട്ടൂരിലെ ഈ ലോട്ടറി കടയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ്. കാരണം ആരാണ് ആ ഭാഗ്യവാൻ എന്ന് അറിയാനുള്ള ഒരു കൗതുകം നെട്ടൂരുകാരൻ തന്നെ ആവട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആളല്ലേ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസമൊക്കെ ഒരു 10 ടിക്കറ്റ് 15 ടിക്കറ്റൊക്കെ ഇവിടെ വിറ്റ് പോകുള്ളൂ. അപ്പോൾ അത് ആരൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കില്ലേ. സീരിയൽ 10 എടുക്കണ ആരും ഇല്ല ഇവിടെ. സിംഗിൾ എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ ഈ 1000 ടിക്കറ്റ് വിറ്റ ആൾക്കാരെ എല്ലാവരും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപൂർവമായൊരു കഴിവാണ്. അത്ര ഒരു കഴിവ് നമുക്കില്ല. 1100ഓളം പറ്റി എല്ലാം വിറ്റുപോയി. 12 മണിക്ക് ടിക്കറ്റ് കയറുന്നു. പിന്നെ 1 കോടി അടിച്ചത് കാരണം എനിക്ക് സ്പെഷ്യലായിട്ടൊരു സെയിലുണ്ട് ഇവിടെ. ഏറ്റവും അവസാനം എടുത്ത സലാമെന്ന് പറഞ്ഞ പുള്ളി ഞാൻ എടുക്കാൻ പറ്റിയ ടിക്കറ്റ് പുള്ളി എടുത്തിട്ടുണ്ട്. പുള്ളിക്ക് അടിച്ചാൽ 100% സന്തോഷം. പുള്ളിക്ക് അടിക്കണം. അല്ല, ഞാൻ ഒരെണ്ണം എടുക്കണമെന്ന് വെച്ചാൽ എടുത്തില്ല. ഞാൻ എടുക്കാൻ കിട്ടിയില്ല, അതാ കാര്യം. കിട്ടിയില്ല, ടിക്കറ്റേ കിട്ടി. കാരണം 3 ടിക്കറ്റാണ്. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിക്കോടാ മോനെ എന്ന് പറയാം. 3 മാസം മുമ്പ് അടിച്ചതാ ഫസ്റ്റ് ഇവിടെ. ബമ്പറല്ല, ഫസ്റ്റ് 1 കോടി അടിച്ചതാ. 1 കോടി ഡബിൾ മധുരമല്ല. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എന്താ പറയണ്ടെന്ന് അറിയില്ല, അത്രയ്ക്ക് സന്തോഷം. ഇതെന്റെ അച്ഛനാണ്. അച്ഛനും ഇങ്ങോട്ട് വരാറില്ല. അച്ഛൻ പ്രായം ഒരു പരിധി വരെ ഒരു നാണക്കേടായിട്ട് ലോട്ടറി ടിക്കറ്റ് കട തുടങ്ങിയ ആളാണ് ഞാൻ. ഇപ്പൊ ഭയങ്കര അഹങ്കാരം ഈ കട തുടങ്ങി. ഇവിടെ എനിക്ക് ഒരുമാതിരി നല്ല ഒരു 1.5 ലക്ഷം രൂപ ബിസിനസ്സിൽ ഒരു മാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് ബിസിനസ് ഒന്ന് ഔട്ടായിപ്പോയി. അപ്പം തുടങ്ങിയതാണ് ഞാനിത്. അതിനുശേഷം തുടങ്ങി. അതിനോട് എനിക്ക് ഒരുപാട് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ശരിയല്ല, നിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇനി കൊച്ചി നെട്ടൂരിലെ 30 വർഷമായി ലോട്ടറി കച്ചവടം നടത്തുന്ന ലതീഷാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലതീഷ് എന്നാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ 25 കോടി ലോട്ടറി വിറ്റുപോയിരിക്കുന്നത്. എന്തായാലും ആ ഭാഗ്യശാലി എവിടെയുള്ള ആളാണെന്നാണ് നമ്മളെല്ലാം തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യുന്നത്. ഇല്ല, ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാണ്, പറയണ്ട ഇവിടെ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അരികത്തുനിന്ന് പറഞ്ഞതാണ്. സമ്മാനം കിട്ടിയ ആളുടെ ഫ്രണ്ടാണ്. വെള്ളം കുടിച്ച് ആരാണേലും കുറച്ച് കഴിഞ്ഞ് വന്ന് പറയണേ, അയാൾ അറിയിക്കും. അയാൾ വേറെ ഇടപാടൊന്നുമില്ല. പുള്ളിയും ഇല്ല, എനിക്കൊരു സംശയം തോന്നിയാണ്. എൻ്റെ അടുത്ത് വന്ന് ഇന്നെ പറഞ്ഞ്, എടാ ഇന്നൊരാൾക്ക് ആകണം തോന്നണമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. മാറ്റിക്കോ
നെട്ടൂർക്കാർ തന്നെ ആയിരിക്കും അല്ലേ? ആ നെട്ടൂർക്കാരനായിരിക്കണം, നെട്ടൂർക്കാരൻ. കാരണം ഒരു കൊല്ലം ഇത് ഇത്രയും വിജയകരമായിട്ട് ഈ ലോട്ടറി ഞാൻ ഇവിടെ വിൽക്കുന്ന ടിക്കറ്റ് എത്രയൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രയും വിൽക്കണത് നെട്ടൂർക്കാരുടെ കഴിവുകൊണ്ടാണ്. കാരണം ഇത്രയും ടിക്കറ്റൊന്നും ഒരു കടയിലും വിൽക്കാൻ പറ്റൂല. കാരണം നമ്മൾ അവരുടെ അനുഗ്രഹം അവരുടെ കഴിവുകൊണ്ടാണ്. കാരണം 12 മണിയാകുമ്പോൾ അവർ തന്നെ വന്ന് നോക്കിയിടാം അവൻ്റെ കട ഒരുപാട് ടിക്കറ്റ് കിടക്കണം എന്ന് പറഞ്ഞ് അവർ പണിയെടുക്കണ ഡെയിലി ബേസിന് പണിയെടുക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് അവർ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ലോട്ടറി ഇന്നേ വരെ എടുക്കാത്ത ആളാണ്. ഇത് ഞാൻ കട തുടങ്ങിയിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങിയ ആളാണ്. ഇയാൾക്കാൾ ഇന്ന് വരെ ലോട്ടറി എടുത്തല്ല, ലോട്ടറിക്ക് എതിരുമാണ്. പക്ഷെ ഞാൻ കട തുടങ്ങിയ കാരണം ലോട്ടറി എടുക്കുന്ന ആളാണ്. അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്യണം. പിന്നെ ഇവിടെ കച്ചവടം ചെയ്യണതും ഞാനല്ല, ആരെങ്കിലൊക്കെ വന്നിരിക്കണവരെ കച്ചവടം ചെയ്യണം. പലരും എന്നോട് പറയും ഇവിടെ താൻ ആരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ 100% നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഏൽപ്പിച്ചിട്ടാണ് പോണത്. പലർക്കും ഇതിനുണ്ട് ആ കാര്യത്തിൽ. ഒരുപാട് പേര് എന്നോട് പറയും എടാ അവരെന്താണ്. പക്ഷെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എനിക്കെന്തായാലും ഒരു മാസം എൻ്റെ 2 മക്കൾക്ക് പഠിക്കാനും എൻ്റെ വീട്ടു ചിലവ് നടക്കാനുള്ള കാശും അതിനപ്പുറം ഞാനിതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇവർ നിന്നിട്ട് ഉണ്ടാക്കണ കൊണ്ടാണെന്ന് തന്നെ പറയാം. കാരണം ഒരു 2 മണിക്കാരെ നിർത്തേണ്ട സ്റ്റേജിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ ഞാനിപ്പോൾ ഒരാളെ നിർത്താൻ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടുണ്ട്. ഒരാളെ നിർത്തിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ അവരുടെ സഹായമാണത്. കാരണം ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ടിക്കറ്റ് കിടക്കണത് നിങ്ങളില്ലെങ്കിൽ ആ ടിക്കറ്റ് അവർ വന്ന് 2 കൊടുക്കുന്ന പറഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകും. കാരണം അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് അവർക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് എടുക്കണമല്ല. അതാണ് ഞാൻ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം കുമ്പളത്തുള്ള ആളാണ്. കുമ്പളത്തുള്ള ആൾക്കാരെ എന്നെ അറിയില്ല. പക്ഷെ നെട്ടൂർ ഒരു കുടുംബത്തിൽ എന്നെ ചോദിച്ചാൽ എന്നെ അറിയും. കാരണം അത്രയും 30 കൊല്ലമായി ഞാനിവിടെ നിൽക്കണം. അതുകൊണ്ട് അവർക്കറിയാം 100%.